ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് എങ്ങനെയാണ് നോർമൽ മെഷീനിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ മെറൂൺ കളറിലുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിളാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ വർക്ക് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പേപ്പറിൽ നമുക്ക് ഏത് പാറ്റേൺ ആണ് വേണ്ടത് അത് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ് വരച്ചു കൊടുക്കുന്നത്. സ്കെച്ച് കൊണ്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലീവിലും കൊടുക്കുന്നുണ്ട്, ടോപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ വർക്ക് വരുന്നത്. സ്ലീവിലാണെങ്കിൽ സ്ലീവ് ഇതുപോലെ സെൻറ്ററിൽ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഈ വർക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പേപ്പർ നമ്മൾ വരച്ച പേപ്പർ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കാം. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കേസിൽ ചുറ്റി കൊടുക്കുന്ന നൂല് എംബ്രോയ്ഡറി ത്രെഡാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. മുകൾ വശത്ത് നോർമൽ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവിൽ ഇതുപോലെ വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കാം. ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേസിൽ. പിന്നെ മുകൾ വശത്ത് നമുക്ക് നോർമൽ ത്രെഡും യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നും മാറ്റാനൊന്നുമില്ല. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ടോപ്പിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ രണ്ട് വശത്തായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. സെയിം ഫ്ലവർ തന്നെയാണ് ടോപ്പിൽ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്പീഡിൽ സ്റ്റിച്ച് ചെയ്താൽ അത്ര നീറ്റായിട്ട് വരില്ല. വളരെ പതുക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. സൂചി ഇങ്ങനെ കുത്തി നിർത്തി സാവധാനത്തിൽ അത് ചരിച്ച് ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് വരുന്നത്. പിന്നെ സീക്വൻസ് വെച്ചിട്ട് നമ്മളൊന്ന് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് ടോപ്പിൽ വരുന്നത് വർക്ക്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.